ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊടിപാറും പോരാട്ടത്തിനാവും ഇത്തവണ കോഴിക്കോട് സാക്ഷ്യം വഹിക്കുക. UDF സ്ഥാനാർത്ഥിയായി MK രാഘവൻ മൂന്നാം ഊഴം തേടിയേക്കും. മണ്ഡലത്തിലെ വികസനവും MPയുടെ പ്രതിച്ഛായയുമാണ് രാഘവനിലുള്ള കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. വിന്നബിലിറ്റി ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലുള്ളതായ 3 പാർലമെൻറ്റ് മണ്ഡലങ്ങളും കോൺഗ്രസ് പാർട്ടി നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ശക്തമായ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. കോഴിക്കോട് സിറ്റിംഗ് MP ശ്രീ MK രാഘവൻ തന്നെ മത്സരിക്കണം എന്നുള്ളതാണ് പാർട്ടിയുടെ പൊതു തീരുമാനം. 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. ഇതിൽ 6ഉം LDFന്റെ കയ്യിലാണ്. 2009 കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതുമുന്നണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണ്ഡലം തിരിച്ചുപിടിക്കും. അനുയോജ്യരായ സ്ഥാനാർത്ഥികൾ ആരാണോ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയും എല്ലാ ഘടകങ്ങളും പരിഗണിച്ച് ഇടതുപക്ഷ മുന്നണിക്ക് നല്ല നിലയിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതക്കനുസരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെ മുന്നണി ബന്ധപ്പെട്ട പാർട്ടികൾ ആലോചിച്ച് മുന്നണി കൂടിയാലോചിച്ച് പ്രഖ്യാപിക്കും, തീരുമാനിക്കും. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസിനെ ഇത്തവണയും കളത്തിലിറക്കുമെന്നാണ് ഇടതു കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ മുഹമ്മദ് റിയാസിന് അനുകൂലമാകുമെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. കോഴിക്കോട് നോർത്ത് മണ്ഡലം MLA A പ്രദീപ് കുമാറിന്റെ പേരും ഉയരുന്നുണ്ട്. ലോക് താന്ത്രിക് ദളിന്റെയും INLന്റെയും സാന്നിധ്യം മണ്ഡലത്തിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ശബരിമല വിഷയം ഉയർത്തിക്കാട്ടി പരമാവധി നേട്ടം കൊയ്യാനാണ് BJPയും ഒരുങ്ങുന്നത്. വളരെ വിജയസാധ്യതയുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഒരു നിയോജക മണ്ഡലമായിട്ടാണ് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം വിലയിരുത്തപ്പെടുന്നത്. കോഴിക്കോട് വോട്ട് വർദ്ധിപ്പിക്കാനുള്ള പോരാട്ടമല്ല, കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം പിടിച്ചടക്കാനുള്ള പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകളും അണിയറ പ്രവർത്തനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളുമാണ് കോഴിക്കോട് ഭാരതീയ ജനതാ പാർട്ടിയും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. തിരക്കിട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അണിയറയിൽ ആരംഭിച്ചതോടെ സീറ്റ് നിലനിർത്താൻ UDFും സംഘടനാശേഷി ഉപയോഗിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDFും തയ്യാറായി കഴിഞ്ഞു. മണ്ഡലത്തിലെ ശക്തി തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് BJP. എന്തായാലും കോഴിക്കോട്ടെ പോരാട്ടത്തിന് വീറും വാശിയുമേറുമെന്നുറപ്പ്. കോഴിക്കോട് നിന്ന് നിതിൻ അംബുജൻ, 24. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് YouTube ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യമികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.